കർത്താവിനെ സ്തുതിക്കുന്നു. സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. തന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് നമുക്ക് പ്രാപിക്കാം. തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറായിട്ട് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും സഹോദരിമാർക്കും ദാസന്മാർ എല്ലാവർക്കും ഇതിൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇത് പലകാലം നമുക്ക് 23-ാം സങ്കീർത്തനം ഒന്നിച്ച് വായിക്കാം. ഒന്നിച്ച് നിൽക്കാൻ അറിവുള്ളവരെല്ലാവരും ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് പലരും വായിക്കാം. എല്ലാവരും ഒന്നിച്ച് വായിക്കാം. വാക്യമായിട്ടല്ല, ഒന്നിച്ച് എല്ലാവരും എടുത്തെങ്കിൽ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിവാദങ്ങളിൽ നടത്തുന്നു. താഴെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആവിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. എല്ലാവർക്കും നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ഉച്ചയെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. 23-ാം സങ്കീർത്തനം വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റായ ഒരു സങ്കീർത്തനമാണ് ഇത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ധൈര്യം ദൈവം നമുക്ക് തരുന്നു. യഹോവ എന്ന ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ വലിയ സന്തോഷവും ആശ്വാസവും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും ദൈവത്തിൻ്റെ ധൈര്യം നമ്മുടെ മേൽ പകരുന്ന ഒരു സങ്കീർത്തനമാണിത്. എല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണിത്. അത് നമ്മുടെ ഉള്ളത്തിൽ വൻക്രിയ ചെയ്യുവാൻ തക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. യഹോവ എൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ എനിക്ക് മുട്ടുണ്ടാകില്ല. ഇത് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒന്നാണ്. പച്ചയായ പുൽപ്പറകൾ അവനെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. റെസ്റ്റ്, റിഫ്രഷ്മെന്റിനെ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് തരും നമ്മുടെ ദൈവം. നമുക്ക് റിഫ്രഷ്മെന്റ് കർത്താവ് നൽകി തരുന്നു. നമുക്ക് ദൈവം നമുക്ക് നൽകുന്ന സന്തോഷം, സമാധാനം, സമൃദ്ധി എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സന്ദേശം. നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവം നമ്മുടെ ഇടയനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ഇടയനാകുന്നു എന്നാൽ നെഞ്ചത്തിൽ വെച്ച് കൈവച്ചുകൊണ്ടെന്ന് പറഞ്ഞ പൽക്കാലം യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ എന്തോ ഒരു ധൈര്യമാണ് ഉള്ളത്. കർത്താവ് തന്നത് എൻ്റെ കർത്താവ് ഏത് സാഹചര്യത്തിലും എന്നെ വഴി നടത്തും എന്നുള്ളൊരു ധൈര്യം കർത്താവ് നമുക്ക് നൽകി തരികയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം, സമാധാനം, സമൃദ്ധി, ഇതാണ് കർത്താവ് ഈ വചനത്തിൽ കൂടി നമുക്ക് നൽകി തരുന്നത്. എൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വലിയൊരു ഹോപ്പ് നമുക്ക് ദൈവം തരുന്നു. അബൻഡന്റ് കർത്താവ് നൽകി തരുന്നു. അത് നമ്മുടെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, മഹത്വം. എൻ്റെ ശത്രുക്കൾ കാണുന്ന നീ വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിൽ കർത്താവ് ദാസം കൂടി നമുക്ക് ലഭിച്ച തീം അതാണല്ലോ, പ്രിസർവ് ദ അനോയിന്റിംഗ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. ബൈബിൾ ഉടനീളം എണ്ണയെക്കുറിച്ച്, എണ്ണ പ്രധാനമായും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയും അഭിഷേകത്തെയുമാണ് കാണിക്കുന്നത്. പഴയ നിയമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ദൈവവേലയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോൾ എണ്ണ ഒഴിച്ചായിരുന്നു അഭിഷേകം ചെയ്തിരുന്നത്. ഇതിനർത്ഥം ദൈവത്തിൻ്റെ ആത്മാ അവരുടെ മേൽ വന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുന്ന എണ്ണ ആവശ്യമാണ്. നമ്മുടെ ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് ശക്തിയാൽ നിറയപ്പെട്ടവരാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കോൺഫറൻസിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകം പകരുന്ന ദിവസങ്ങളാണ്. ഇത് അന്ത്യകാലമാകിയാൽ നമ്മൾ ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകരുത്. നമ്മുടെ വലിയൊരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വന്ന് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് മാത്രമേ ഈ ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ഭാര്യങ്ങളിലേക്കും ദേശത്തിലേക്കും സഭയിലേക്കും കടന്നു പോകാമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്.
വചനം വെളിച്ചമാണ്. Psalm 119:105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാദത്തിന് പ്രകാശമാകുന്നു. വചനം, നമ്മൾ വചനം വായിക്കുമ്പോൾ അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, അത് ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ഈ വെളിച്ചം, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ വെളിച്ചമാണ്. അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ വസിക്കേണ്ടവരാണ്. വെളിച്ചത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ കാലിന് ദീപവും പാദത്തിന് പ്രകാശമാണ് നമ്മുടെ വചനം. കർത്താവിൻ്റെ വചനം നമുക്ക് പ്രയോജനകരമായി തീരുന്നു. എണ്ണ ഒരു ഇന്ധനമാണ്. ഇന്ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പണ്ട് കാലത്ത് വിളക്കിലൊക്കെ എണ്ണ പകരുമായിരുന്നു. ഇന്ധനം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നത് എണ്ണയാണ്. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ആൾ മാറിയവരെ പോലെ ആയിത്തീരും. അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ വളരെ വീക്കായിട്ടിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നമ്മൾ വ്യത്യാസപ്പെടും, നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. ഈ എണ്ണയാകുന്ന ഇന്ധനം പരിശുദ്ധാത്മാവ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ വിളക്കാകുന്ന നമ്മൾ എണ്ണ ഉണ്ടായിരിക്കണം. ദൈവവചനമാകുന്ന വിളക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുന്ന എണ്ണ അതിൽ ഉണ്ടാകണം. നമ്മൾ പരിശുദ്ധാത്മാവുന്ന എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ അത് അനേകർക്ക് പ്രകാശമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. വചനം എത്ര വായിച്ചാലും പരിശുദ്ധാത്മാവിന് പ്രകാശമില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണിക്കുകയാണ് എണ്ണ. ഇവർക്കാലം നമ്മുടെ ജീവിതത്തെ ചോദന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടോ? ഇതുവരെ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല, നമുക്ക് പുതുശക്തി ആവശ്യമാണ്. അതുപോലെ നമ്മുടെ തീമിന്റെ പ്രകാരം ഈ ദിവസങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തെ കുറിച്ചാണല്ലോ എല്ലാ ദാസന്മാരും പറയുന്നത്. നമുക്ക് ഈ ദിവസങ്ങൾ അതാണ് ആവശ്യം. നമ്മളിൽ അഭിഷേകമുണ്ടോ? ബുദ്ധിയില്ലാത്ത കന്യകമാര്, ബുദ്ധിയുള്ള കന്യകമാര്, അവരെ കുറിച്ച് ഈ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ വയസ്സാണോ അതോ ഫോളിഷാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നെങ്കിലും അതിൽ എണ്ണ കരുതിയില്ല അവർ. സ്തോത്രം. ഉച്ചയായ സമയം നമ്മളത് കേട്ടു. നമ്മുടെ നമ്മൾ വിളക്കാണ്. നമ്മളിൽ എണ്ണയുണ്ടോ എന്ന് ഈ ദിവസം നമ്മൾ ശോധന ചെയ്യേണ്ട ദിവസമാണ്. ഭാഗ്യമായൊന്നുമല്ല ദൈവം കാണുന്നത്. നമ്മുടെ ഉള്ളിലായി എണ്ണ, മയം ഉള്ളിലുണ്ടോ എന്ന് കർത്താവ് നമ്മൾ നോക്കും. ഭാഗ്യമായ ഭക്തി പുറമെ കാണിക്കുന്നത് ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ആന്തരികമായ അഭിഷേകം ഉള്ളിൽ എന്തുണ്ട് എന്നാണ് കർത്താവ് നമ്മളെ വെച്ച് നോക്കുന്നത്. മഹത്വം ദൈവമായ ഒരു വ്യക്തിപരമായ ബന്ധം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യും. ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ക്രൈസ്റ്റ്. ബാഹ്യ പ്രകടനം നമ്മൾ വിചാരിക്കും വലിയ ആത്മീയരാണ്, നല്ല നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്. പലപ്പോഴും നമ്മളെ കാണുമ്പോൾ നമ്മൾ ബാഹ്യമായ പ്രകടനം അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നു, കൈകൊട്ടി, ഇതൊന്നുമല്ല നമ്മൾ കർത്താവ്. നല്ല കാര്യം തന്നെ അതൊക്കെ. എന്നാൽ നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ ശോധന ചെയ്തു. ഈ ദിവസം നമ്മുടെ ഉള്ളിൽ വാസ്തവമായിട്ട് അന്തർഭാഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്. ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് നമ്മുടെ കർത്താവ് കാണുന്നു. നമ്മുടെ ദിവസം കർത്താവ് ഒരുക്കട്ടെ. ഉണ്ണാളം വരുമ്പോൾ നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. നമ്മൾ വിളക്കിൽ എണ്ണയുണ്ടോ നമുക്ക് ശോധന ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. അത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഈ ദിവസങ്ങളാണ് അങ്ങനെയുള്ളൊരു സ്വഭാവം. അല്ലെങ്കിൽ ചർച്ചിൽ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാരിൽ കേൾക്കുന്നു, ഒക്കെ ഭദ്രമാണ്. എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ എന്ന് ദിവസം നമുക്ക് ശോധന ചെയ്യാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വേദഭാഗ്യം വായിച്ചപ്പോൾ ഞാൻ എന്ത് ചിന്തിച്ചു? ബുദ്ധിയില്ലാത്ത കന്യകമാർ ബുദ്ധിയുള്ളവരോട് ചിന്തിച്ചു ചോദിക്കുന്നു. അത് വേദഭാഗ്യം മത്തായി സുവിശേഷം 25:8 ഞാൻ വായിക്കുന്നു. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുമെന്ന് ബുദ്ധിയുള്ള കന്യകമാർ പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചിന്തിച്ചപ്പോൾ എന്താണ് അങ്ങനെ എന്താ ഒരു എണ്ണ കൊടുക്കാനുള്ളത്? കാരണം കർത്താവ് മണവാളൻ വരികയല്ലേ. നമ്മൾ മണവാളൻ ഈ സഹോദരിമാരെ 5 കന്യമാരെ ഒരു പുളിഷാണെന്ന് പറയുന്നെങ്കിൽ ഒരു പുളിഷല്ല. ഇവരെ പോലെ തന്നെ ഒരുങ്ങി വന്നിരുന്നു. എന്നാൽ അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അവർ രണ്ടുപേരും ഉറങ്ങി. കഴിഞ്ഞ ദിവസം പോലെ ഉറങ്ങി, രണ്ടുപേരും ഉറങ്ങി. എന്നാൽ അവരുടെ വിളക്കിൽ എണ്ണയില്ലെന്ന്
അതിൽ കരുതിയില്ല അവരെ. അതായിരുന്നു അവരുടെ പ്രശ്നം. അതിൽ നാളും നാഴികയും അറിയാൻ ഉണർന്നിരിക്കുന്ന എപ്പോഴും സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല അവർക്ക്. ബുദ്ധിയുള്ളവർ ഹാലേലിയ തക്കത്തിൽ സമയം ഉപയോഗിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവര് തക്കത്തിൽ സമയം ഉപയോഗിച്ചില്ല. ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹാലേലിയ ദൈവത്തിൽ നോക്കി എന്നെ ചിന്തിപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, അവർ ചോദിച്ചപ്പോൾ എന്താണ് കൊടുക്കാഞ്ഞത് എന്ന അല്പം വലിയൊരു കാര്യമല്ലേ, അവർക്കല്ലേ സ്വർഗം നഷ്ടമാകുമല്ലേ, ആ കഥ കടഞ്ഞു പോകും, മലയാളം ഒന്നും അവർ കൊണ്ടുപോകത്തില്ലല്ലോ എന്നുള്ളൊരു ഭാരം എന്തുകൊണ്ട് ബുദ്ധിയുള്ള കന്യകർ കൊടുത്തില്ല എന്ന് എനിക്ക് ചിന്തിക്കാനിടയായി. അപ്പം പറയാം ദൈവത്തിന് ആത്മാവിനോട് പറഞ്ഞത്, ഹാലേലിയ ബുദ്ധിയില്ലാത്തവർ കണ്ടു കൊടുക്കാതിരുന്നത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല, അവരെ കുറിച്ച് കൺസേൺ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദൈവമായുള്ള ആഴമേറിയ ബന്ധവും ഒരുക്കും മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാനോ കൈമാറാനോ പറ്റാത്ത ഒന്നാണ് എന്ന വലിയ സത്യം നമ്മെ പഠിപ്പിക്കാനാണ്. ഇതൊരു വലിയ സത്യമാണ്. നിങ്ങൾ ഒന്നും കൊണ്ടുപോയില്ലെങ്കിൽ ഇന്നി പാർക്കാൻ ഹൃദയത്തിന് ആഴങ്ങൾ ഇത് കരുതണം. ആരെയും അവർ എണ്ണ കൊടുക്കാതിരുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവരെ കുറിച്ചുള്ള കൺസേൺ ഇല്ലാത്തത് കൊണ്ടല്ല. എന്നാൽ മറിച്ച് ദൈവങ്ങളുടെ ആഴമേറിയ ബന്ധവും ഒരുക്കവും മറ്റൊരാളിൽ കടന്നാൽ അവർക്ക് സാധ്യമല്ല, അവർക്കത് കൊടുക്കാൻ സാധ്യമല്ല. വ്യക്തിപരമായി അവർ പ്രാപിച്ചതാണ്. അതവർക്ക് മറ്റൊരാൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്കും ഇല്ലാതായിപ്പോ ഇവർക്കും ഇല്ലാതായിപ്പോ ആർക്കും ഒന്നും ലഭിക്കാതെ വാതിൽ കർത്താവ് അടച്ചു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു വലിയൊരു സീരിയസ് ആയ കാര്യമാണത്. നമ്മളിത് പ്രകാരം ചിന്തിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ബന്ധം ദൈവമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം നമുക്കുണ്ടാകണം. അത് മറ്റുള്ളവർക്ക് ലഭിക്കുന്നില്ല, നമ്മൾ തന്നെ അത് പ്രാപിക്കുന്നതാണ്. അതൊക്കെയാണ് നമ്മൾ പഴയത്തിൽ വായിക്കുന്നത്. ഒലിവെണ്ണ ഇസ്രായേൽ മക്കൾ ആലയത്തിൽ കൊണ്ടുവരേണ്ടതിന് സ്വതവേ ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ്, സ്വതവേ ഇടിച്ചെടുത്തതാണ്. അതായത് അവരെ ഞെരുക്കി, അതായത് കഷ്ടങ്ങളിൽ കൂടി രോഗങ്ങൾ കൂടി പ്രശ്നങ്ങൾ അവസ്ഥയിൽ കൂടി കടന്നുപോയി ആ കഷ്ടതയിൽ പ്രാപിച്ച അഭിഷേകം. നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളിൽ വരുന്ന കഷ്ടതകൾ, വേദനകൾ, ഭാരങ്ങൾ അതൊന്നും നമ്മളെ നശിപ്പിക്കുവാനല്ല, നമ്മളെ നോക്കുവാനല്ല. അത് ഇടിച്ചെടുത്ത തെളിഞ്ഞെണ്ണ പോലെ ആലയത്തിൽ കൊണ്ടുവന്ന് നിരന്തരം കത്തേണ്ടതിനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ നിങ്ങൾ പ്രയാസപ്പെടരുത്. നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കഷ്ടതകളായിട്ട് പ്രയാസങ്ങളായിക്കോട്ടെ ഇല്ലായ്മകളായിക്കോട്ടെ നഷ്ടമല്ലത്. അതിൽ കൂടി നിങ്ങൾ വലിയ കാര്യങ്ങളാണ് പ്രാപിച്ചെടുക്കുന്നത്. ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ പറയാൻ അതിനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ ബുദ്ധിയില്ലാത്ത അത് ഓർക്കും എനിക്ക് സങ്കടം വരും. ചിലപ്പോൾ ഞാനൊരു അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യുന്നേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാനൊരു വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഞാൻ ന്യൂബം വെച്ചെന്ന് കർത്താവദാസന്റെ വേദഭാഗം അവിടെ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓൾ വർഷത്തിൽ അവിടെ നിന്ന് കരയായി. ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ കർത്താവ് ഇത്ര നാൾ ഞാൻ ഓടി അധ്വാനിച്ചു. ഞാനൊരു കാത്തലിക് ഫാമിലിയിലായിരുന്നു. അവിടെ നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചു. എൻ്റെ മൂത്ത സഹോദരനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇതെല്ലാം ഞാൻ കണ്ട് വളർന്നു വന്നതാണ്. എന്നാൽ എന്നോട് എൻ്റെ അഭിഷേകം പറഞ്ഞു, നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ ഞാൻ അടിച്ചിറക്കി വിടുന്നില്ല. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ല, എൻ്റെ ബ്രദറിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. അതൊക്കെ നമ്മുടെ ആ അവസ്ഥയിലൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാൽ നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മുടെ കർത്താവിനെല്ലാം കാണുന്നുണ്ട്. തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകും. നിങ്ങളുടെ സ്വന്തം ഒരിക്കലും നഷ്ടമാകരുത്. ദിവസങ്ങളിൽ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ നീതി ഉള്ളിലിരിക്കണം. എന്താണ് എന്നോട് ഞാൻ പറയാം, ഈ ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധവും ദൈവമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ഡെയിലി നമുക്ക് കഥാമായ റിലേഷൻ ഉണ്ടായിരിക്കണം. ആരോഗ്യ ബന്ധം ഉണ്ടായിരിക്കണം, ഒരുക്കം ഉണ്ടായിരിക്കണം. മറ്റൊരാളിൽ വാങ്ങാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്നത്, നമ്മുടെ ദൈനംദിന ഡെയിലി ബ്രെഡിന് വേണ്ടി നമ്മളെ അധ്വാനിക്കുന്നത് വേറെ ആരെയും കണ്ടും തരുമോ? നമുക്കില്ല. നിങ്ങൾ പോയി കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി ഒരുക്കം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇസ്രായേൽ മക്കളെ നോക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു.
അല്ലെങ്കിൽ അവർ വൈകിട്ട് പോയി. എന്താണ്? വചനമില്ലായിരുന്നു, വചനം ദുർലഭമായിരുന്നു. അതുപോലെ ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടിയിരുന്നു. അവർ വിളക്കിൽ എണ്ണയില്ലായിരുന്നു, വെളിച്ചമില്ലായിരുന്നു, വചനം ദുർബലമായിരുന്നു. അതാണ് ഏലിക്കുരുവിനെ ശ്രദ്ധിച്ച് കണ്ണു മങ്ങിപ്പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? തലമുറകൾ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദിവസം നമ്മളെ തന്നെ ശോധന, നമ്മളുടെ അഭിഷേകം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വാഷ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശക്തിയോടെ ഭവനത്തിൽ നിന്നോണം. നമ്മൾ അവരുടെ അഭിഷേകം എന്ന് തോന്നുമായിരിക്കും കാണുമ്പോൾ, പക്ഷേ അത് നമ്മൾ വ്യാപരിക്കുന്ന അഭിഷേകം അവരിലേക്ക് വ്യാപരിക്കുകയാണ്, അവരിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടമാകി പോവില്ല. അവരെന്തെങ്കിലും ഹല്ലേലൂയ വിമാനത്തിലായിരുന്ന കുഞ്ഞുങ്ങൾ, തലമുറകൾ ആരെങ്കിലും ഭാരപ്പെടുന്ന നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ആരാധിച്ചാൽ മതി. നിങ്ങളുടെ വിളക്കിൽ എണ്ണ കരുതിയാൽ മതി. നിങ്ങളുടെ എണ്ണ അവരിലേക്കും ദൈവം പകരും. തക്ക സമയത്ത് അവരെ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തുകയും ദൈവത്തിന് വേണ്ടി എടുക്കാൻ അവരെ പ്രാപ്തരാക്കി സർപ്പെടുക്കുകയും ചെയ്യും. കർത്താവ് ഹല്ലേലൂയ. ദിവസങ്ങളാകാൻ നമുക്ക് ഹല്ലേലൂയ യഹോവയുടെ ആരാധന തീർക്കുക. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആരാധന ദീർഘകാലം വസിക്കും. ആമേൻ. നമ്മൾ നന്മയെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നീ ആലയത്തിൽ വസിക്കുന്നുവെങ്കിൽ, നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ നന്മ തേടി പോകണ്ട, നിന്റെ പുറകെ നന്മ വരും. ആകെ ദൈവമക്കളെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാം, കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ.